മങ്കട കൂട്ടിൽ കൈക്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മങ്കട ക്രസൻറ്റ് ആയുർവേദ ആൻഡ് സ്പോർട്സ് ക്ലിനിക്കും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ ആയുർവേദ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് കൂട്ടിൽ ഗ്രാമത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾ പ്രയോജനപ്പെടുത്തി. AMUP സ്കൂളിൽ വെച്ച് നടന്ന പ്രസ്തുത ക്യാമ്പ് 9-ാം വാർഡ് മെമ്പർ CK സുബൈദയുടെ അധ്യക്ഷതയിൽ 8-ാം വാർഡ് മെമ്പർ UP നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് K നാസർ മാസ്റ്റർ സ്വാഗതം പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ക്യാമ്പിൽ ഡോക്ടർ ഷമീം തോടെങ്കൽ അത്യാധുനിക ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദമായി സംസാരിച്ചു. ഇക്കാലത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പനിയുടെ ചികിത്സയ്ക്ക് ആയുർവേദം വളരെ ഫലപ്രദമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നാട്ടിൽ ക്ലബ്ബ് ഭാരവാഹികളുടെയോ മെമ്പർമാരുടെയോ ലെറ്റർ മുഖേന വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് തൻ്റെ സ്വന്തം ക്ലിനിക്കിൽ പരിശോധനയും മരുന്നുകളും തികച്ചും സൗജന്യമായി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രവാസി കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ മുസ്തഫ കുന്നത്ത്, യൂത്ത് ലീഗ് കൂട്ടിൽ യൂണിറ്റ് സെക്രട്ടറി ശ്രീ അസ്മൽ ബാനി, DYFI യൂണിറ്റ് മെമ്പർ ശ്രീ CK തൗഫീഖ് എന്നിവർ ആശംസകളും ശ്രീ T ഷഫീഖ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. കൈക്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട അനിവാര്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം 4 നൂറ്റാണ്ട് കാലഘട്ടമായി നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ ആരോഗ്യ സംവിധാനത്തിൽ ക്രിയാത്മകമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ലബാണ് കൈക്കോ ക്ലബ്. എന്തും 25 വർഷക്കാലവും സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കാനായി എന്നത് തന്നെ വലിയൊരു നേട്ടമാണ് നമ്മുടെ സംബന്ധിച്ചത്. പല ക്ലബുകളും രൂപപ്പെടുന്നു, അത് രൂപപ്പെട്ട ഉടനെ അസ്തമിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സജീവത ആദ്യത്തിൽ കൂടുതലായിട്ട് നന്നായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നാണ് കൈക്കോയുടെ പ്രത്യേകത. ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഈ വിഷയത്തിൽ നമ്മൾ പലരുമായിട്ടും സഹകരിച്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ നമ്മോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച ആരോഗ്യ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ പരിചയ സമ്പത്തുള്ള നമ്മുടെ ക്രസന്റ് സ്പോർട്സ് ആൻഡ് ഹെൽത്ത് ക്ലിനിക് ആയുർവേദ ക്ലിനിക്കാണ്. അതിന്റെ ക്രൂസ് ഇവിടെ എത്തിയിട്ടുണ്ട്, ഡോക്ടേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഈ വിഷയത്തിൽ സ്വാഗതം പറയുക എന്ന് എന്റെ ഉത്തരവാദിത്തത്തിൽ കിടക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് 9-ാം വാർഡ് മെമ്പർ ബഹുമാനിയായ CK സുബൈദ അവർകളാണ്. അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദയം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വാർഡിന്റെ പ്രിയങ്കരനായ മെമ്പർ നൌഷാദ് UP അവർകളാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ക്യാമ്പില് നമ്മളോട് എല്ലാവിധ പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് എല്ലാവിധ പരിശോധനയും നടത്തി രോഗനിർണയം നടത്തി മരുന്ന് വിതരണം ചെയ്യാൻ നമ്മളോട് സഹകരിച്ച നമ്മുടെ ഡോക്ടേഴ്സ്, പ്രിയപ്പെട്ട പ്രിയങ്കരായ ഡോക്ടർ സമീർ തോടെങ്കൽ, അദ്ദേഹമാണ് നമുക്ക് ഈ ക്യാമ്പിനെ കുറിച്ച് വിശദീകരണം നൽകുന്നത്. കൂടാതെ അവരുടെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള അവരെ അനുഗമിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഡോക്ടർ സലീം മഞ്ചേരി, അതുകൂടാതെ ഡോക്ടർ ഷമീമ പെരിന്തൽമണ്ണ സ്വദേശി, അതുകൂടാതെ ഡോക്ടർ സുനീൽ വേങ്ങര, ഇവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വിഷയത്തിൽ ഈ പരിപാടിയിൽ ആശംസ അർപ്പിക്കുന്നതിനായി നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ള കുന്നത്ത് മുസ്തഫ അവർകൾ, അസ്മിൽ ബാനി, തൗഫീഖ് CK, ഇവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഉദ്ഘാടന സെഷന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് CK സുബൈദ വാർഡ് മെമ്പറെ ക്ഷണിച്ചുകൊള്ളുന്നു. എന്റെ നല്ലവരായ നാട്ടുകാരെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഈ കൈക്കോ ക്ലബിന്റെയും പ്രസന്റ് സ്പോർട്സ് മങ്കട യൂത്തിന്റെയും ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരോട് ആദ്യമായി എൻ്റെ സഹോദരങ്ങളെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു പരിപാടി നമ്മുടെ ആരോഗ്യ രംഗത്ത് നമുക്ക് വളരെ ഏറെ മുൻപന്തിയിൽ നിർത്തിക്കൊണ്ട് തന്നെ അവർ ഇതിൽ മുന്നിറങ്ങിയതിന് വളരെ ആത്മാർത്ഥമായി അവരെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ ആരോഗ്യ രംഗത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്ത്രീകളും പിന്നെ നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളൊക്കെ നമ്മൾ വളരെയധികം മുന്നിറങ്ങി പ്രവർത്തിക്കേണ്ട ഒരു കാലമാണിപ്പോൾ. നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മൾ പല രോഗങ്ങളെ കൊണ്ടും നമ്മൾ കേട്ടിട്ട് പോലുമില്ലാത്ത പല അസുഖങ്ങളുമാണ് നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഡെങ്കിപ്പനിയും മറ്റു പല രോഗങ്ങളും ഇതിലും നമ്മൾ സഹിച്ച് നമ്മൾ കഴിയുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ അതിന്
നമ്മുടെ കുട്ടികളും നമ്മളും എല്ലാവരും നമ്മുടെ പരിസരവും നമ്മുടെ വീടുമൊക്കെ ഒന്ന് വൃത്തിയായി ശുചീകരിക്കണം. അതിനു വേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയും അതിന് നമ്മൾ ശ്രദ്ധിക്കുകയും ഒക്കെ വേണം. അതിന് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പ്ലാസ്റ്റിക്കുകളും മറ്റു മലിന വസ്തുക്കളും ഒക്കെ നമ്മൾ ഒരു കൂട്ടമായി വെക്കാതെ അത് നമ്മൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മുടെ ചിരട്ടകൾ, അതുപോലെ നമ്മളെ മുട്ടത്തൊലി, അത് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ അത് പുറം നമ്മൾ തൊടിയിലേക്ക് വലിച്ചെറിയുകയാണ്. അതിലും ഈ ചിരട്ടകളിലൊക്കെ വെള്ളം നിന്നിട്ട് അത് കൊതുക് മൂലം മുട്ടയിട്ട് അതിൽ വൈറസും ഇതും വന്ന് നമ്മുടെ പല രോഗങ്ങൾക്കും ഇന്ന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളവും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും എല്ലാം കൈ കഴുകി സോപ്പിട്ട് നല്ല വൃത്തിയോടുകൂടി തന്നെ നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ ശീലിപ്പിച്ച് നമ്മൾ നല്ലൊരു ആരോഗ്യവാന്മാരായി നമ്മുടെ സമൂഹം മാറി നമ്മുടെ ഈ യുവതലമുറകൾ ഇതിന് കൂട്ടായി പ്രവർത്തിച്ച ഈ സഹോദരങ്ങളെ ഞാൻ ഒന്നും കൂടെ അഭിനന്ദിച്ച് നമ്മൾ ഡോക്ടർ ഷമീർ ഖാനെയും ഇതിനെ ആർദ്രമായി അഭിനന്ദനം ചെയ്തുകൊണ്ട് എൻ്റെ നാട്ടുകാരായ എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ ആശംസകൾ അർപ്പിച്ച് ഇതിലേക്ക് എത്തിയ എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഇതിന്റെ ഉദ്ഘാടക സെക്ഷനിലേക്ക് ഇതിന്റെ വാർഡ് മെമ്പറും ഉദ്ഘാടകനുമായ UP നൗഷാദിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സ്വാഗത പ്രസംഗം അധ്യക്ഷ നമ്മുടെ പ്രസിഡന്റായ ഡോക്ടർ ഷമീർ, ഈ വൈകിയ വേളയിൽ ഒരു ഉദ്ഘാടന പ്രസംഗത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ലെങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിന് എന്തിനാണ് പറയണം. ആ പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഒരുപാട് ആളുകൾ അത് കേൾക്കേണ്ടത് തന്നെയാണ്. കാരണന്മാർ, സ്ത്രീകൾ കുറവാണെങ്കിൽ പോലും നമ്മുടെ കൈക്കോ ക്ലബ്ബ് നടത്തുന്ന ഒരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ എല്ലാ ചെറുപ്പക്കാരും തന്നെയാണ് അതിന്റെ എല്ലാ വിഷയങ്ങളിലും മുൻപന്തിയിലുള്ളത്. ഇപ്പൊ നിങ്ങൾ രോഗികളായിട്ടല്ല, നിങ്ങൾ ആ രോഗ ചികിത്സയ്ക്ക് വേണ്ടി വന്നതാണെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഒരുക്കാൻ ഇവിടെ സന്നിധരായ ഈ യുവജന കൂട്ടായ്മ, അതിനെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്തു കൊടുക്കണം. എല്ലാ മേഖലകളിലും അവർക്ക് വേണ്ട എനർജിക്കായിട്ടുള്ള ബാക്ക് സപ്പോർട്ട്, നിങ്ങൾ അവർക്ക് വേണ്ട ഒരു പണിയും അവർക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും അതേപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാവിധ സഹകരണങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് ഈ നാടിന്റെ നല്ലൊരു ക്ലബായി, നല്ലൊരു കൂട്ടായ്മയുടെ ക്ലബാക്കി മാറ്റി കൈക്കോനെ ഉയർത്തുകയും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ അവർ ഒരുപാട് മേഖലകൾ ചെയ്യുന്നുണ്ടെന്നില്ല നമുക്ക് കാണാൻ കഴിയുന്നതുമാണ്. പ്രത്യേകിച്ച് കൂട്ടിൽ ഈ ഭാഗത്ത് ഇവിടെ 2-3-4 ക്ലബ്ബുകൾ ഉണ്ടെങ്കിൽ പോലും കൈക്കോ ക്ലബ്ബാണ് എല്ലാ മേഖലകളിലും മുൻപന്തിയിൽ നിൽക്കുന്നത്. സാമൂഹിക പ്രവർത്തനങ്ങളിലും മറ്റുള്ള പ്രവർത്തനങ്ങളിലും ഇപ്പോൾ ഈ മെഡിക്കൽ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പനിയുടെ കാലഘട്ടം, പനി എല്ലാ മേഖലകളിലും പനി പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഇപ്പോൾ ഇങ്ങനൊരു ചികിത്സ തേടി ഈ ചികിത്സയ്ക്ക് വേണ്ട മരുന്നുകളും കാര്യങ്ങളും ഒരുക്കാൻ തയ്യാറായി അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത കൈക്കോ ക്ലബിനും അതേപോലെ തന്നെ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നമ്മുടെ പ്രസന്റ് ആയുർവേദിക് ക്ലിനിക്കിന്റെ MD ഷമീറിനും പ്രത്യേകം നമ്മളതിൽ നന്ദി പറയേണ്ടത് തന്നെയാണ്. നമ്മൾ വാക്കുകൊണ്ടാണെങ്കിൽ പോലും മനസ്സുകൊണ്ടാണെങ്കിൽ പോലും ഞാനായാലും നിങ്ങളായാലും ഇവിടുത്തെ നാട്ടുകാരെന്ന് പ്രത്യേകം പറയണം. ഇങ്ങനൊരു സംവിധാനം ഒരുക്കി തന്നതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ സംവിധാനം ഒരുക്കി തരിക എന്നുള്ളത് തന്നെ വലിയൊരു കടമയാണ്. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഈ കൈക്കോ ക്ലബ്ബും ഉയരട്ടെ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ ചെയ്തതായി നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയപ്പെട്ട അവിടുത്തെ നാട്ടുകാരെ, കൈക്കോ ക്ലബിൻ്റെ ഭാരവാഹികളെ, ഇങ്ങനൊരു മെഡിക്കൽ ക്യാമ്പ് ഈ കൂട്ടിൽ പരിസരത്ത് ഞാൻ ആദ്യമായിട്ട് ഷഫീഖ് മാസ്റ്ററാണ് ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത്. മാഷ വിളിച്ചപ്പോൾ തന്നെ മാഷ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞോളി എപ്പോഴാ വെച്ചാൽ നമുക്ക് ക്യാമ്പ് സംഘടിപ്പിക്കാം, അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തെന്നുള്ളതാണ് പറഞ്ഞത്. ഏകദേശം കഴിഞ്ഞൊരു മാസമായി. കാരണം നമുക്ക് ഈ കമ്പനികൾക്ക് കത്തുകൾ അയക്കണം, അവിടുന്ന് മരുന്നുകൾ എത്തണം. ഈ എത്തിയ മരുന്നുകളൊക്കെ ഓരോ അസുഖത്തിനും മാറ്റി മാറ്റി വെച്ച് ഏകദേശം ഒരു മാസത്തോളം
മെനക്കെട് വേണം ശരിക്കും ഒരു ക്യാമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1-2 കാര്യങ്ങൾ പറയാനുള്ളത്, ഈ പനിൻ്റെ സീസൺ ആകുമ്പോൾ മരുന്നുകളുടെ കാര്യത്തിൽ സാധാരണ ഒരേ സമയം ആയുർവേദത്തിലും പോകുന്നുണ്ട്, ഇംഗ്ലീഷ് മരുന്നിലും പോകുന്ന ആളെന്ന നിലക്ക് ഇപ്പം ഉണ്ടാകുന്ന പനികൾക്ക് അലോപ്പതിയിൽ മരുന്നില്ല. 100% പാരസെറ്റമോൾ മാത്രമേ കൊടുക്കുള്ളൂ പനിക്ക്. ബാക്കി ആയുർവേദം അതല്ലെങ്കിൽ ഹോമിയോപ്പതി മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് ഡെങ്കിപ്പനിക്കുള്ള ചികിത്സ. പ്ലേറ്റിൽ കണ്ട് എത്ര കുറഞ്ഞാലും എവിടെ അഡ്മിറ്റ് ചെയ്താലും ഒരു മരുന്ന് പോലും കൊടുക്കില്ല എന്ന് മാത്രമല്ല, പനിക്കുള്ള പാരസെറ്റമോൾ മാത്രമേ കഴിക്കാവൂ. വേറെ ഒരു പെയിൻ കില്ലർ കഴിച്ചാൽ വാസ്കുലർ ബ്ലീഡിങ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല വളരെ പെട്ടെന്ന് ഒരു 4 ദിവസം കൊണ്ട് 1,60,000 വരെ കൗണ്ട് കൂടിയിട്ടുണ്ട് നമ്മളെ മരുന്നുകൊണ്ട് മാത്രം. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് 1.30 കൗണ്ട്, തിങ്കളാഴ്ച 1.30 ആയിരുന്നു. നമ്മളെ സാധാ മരുന്നുകൾ മാത്രം കൊണ്ട് 1,64,000 എൻ്റെ വീട്ടിൽ. കാരണം എന്ന് വെച്ചാൽ ആൾക്ക് ഭയങ്കര പിടിയാണ്. കാരണം ഡോക്ടേഴ്സ് വരെ ഡെങ്കി വന്ന് മരിക്കുന്ന അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ആദ്യം ഓടും. കാരണം മങ്കട എൻ്റെ ക്ലിനിക്കിൽ വരെ പനിയായി വന്ന് 2 ദിവസം കഴിഞ്ഞ് ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അന്നെ പറഞ്ഞു 3 ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഡെങ്കിയാണ്. പിന്നെ അടുത്ത ഓട്ടം ഇംഗ്ലീഷ് മരുന്ന് അവർ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു, എന്താ ഡോക്ടർ തന്നു ചോദിച്ചു. പാരസെറ്റമോൾ ഒന്നും വേറെ ഒന്നും കഴിക്കരുത്, നമ്മൾ ഒരു കാൽസ്യം സപ്ലിമെൻ്റ് അല്ലെങ്കിൽ വൈറ്റമിൻ സിൻ്റെ സപ്ലിമെൻ്റ് ഇതിലും കഴിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഒരു മരുന്നില്ല. പക്ഷെ ഡെങ്കിപ്പനി വരുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് റെസ്റ്റാണ്. സാധാ കൊതു ഒരിക്കലും ഡെങ്കി ഉണ്ടാക്കില്ല. ഡെങ്കി ഉണ്ടാക്കുന്ന കൊതു എന്ന് പറഞ്ഞാൽ ഈഡിസ് ആ ഗ്രൂപ്പിലുള്ള കൊതു പകൽ മാത്രമേ കടിക്കുള്ളൂ, രാത്രി കടിക്കൂല. ഡെങ്കിയുള്ള ഒരാളെ കടിച്ച കൊതു, ആ വർഗത്തിൽപ്പെട്ട കൊതു മാത്രമാണ് അടുത്തൊരാൾക്ക് ഈ പനി ഉണ്ടാക്കുന്നത്. സാധാ കൊതു കടിച്ചാലൊന്നും ഡെങ്കി വരില്ല. അപ്പോൾ മാത്രമല്ല ഫ്രഷ് വാട്ടറിൽ നിന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളം, വേസ്റ്റ് വാട്ടറിലൊന്നും ഉണ്ടാവില്ല. നമ്മളെ ഈ കാലാവസ്ഥ 2 ദിവസം മഴ 2 ദിവസം വെയിൽ, ഈ കാലാവസ്ഥയാണ്. ബാക്കി ആരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാലാവസ്ഥ കൊണ്ടാണ് ഡെങ്കി വരുന്നത്. മുട്ടയിട്ട് വളരാനുള്ള നല്ലൊരു സാഹചര്യമാണ് ഇപ്പോൾ വരുന്നത്. നല്ല മഴയാണെങ്കിൽ ഒരിക്കലും ഈ കൊതു ഇവിടെ ഉണ്ടാവില്ല. കാരണം കൊതുവിനെ മുട്ട വളരാനുള്ള സാഹചര്യം ഇവിടെ ഇല്ല. മറ്റേ 2 ദിവസം 3 ദിവസം മഴ പെയ്യും, വെള്ളം നിൽക്കും, നല്ല വെയിൽ വരുമ്പോൾ വളരെ പെട്ടെന്ന് മുട്ട. ഇപ്പോൾ ഈ ഏരിയയിലൊക്കെ ഡെങ്കി കാണുന്നുണ്ട് വളരെ കൂടുതൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു ഡെങ്കിയാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡെങ്കിൻ്റെ കാര്യത്തിൽ 100% റെസ്റ്റ് എടുത്ത് നല്ല ഫ്രൂട്ട്സും നന്നായിട്ട് വെള്ളം കുടിക്കും. ഒരു ദിവസം ഒരു 6 ലിറ്ററിൻ്റെ അപ്പുറം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡെങ്കി പോവും. അതിൻ്റെ കൂടെ പനി ഉണ്ടെങ്കിൽ മാത്രമേ ഓവറായി ടെമ്പറേച്ചർ കൂടാൻ പാടില്ല. അതുകൊണ്ട് പാരസെറ്റമോൾ വേണമെങ്കിൽ കഴിക്കാം. ബാക്കി ആയുർവേദ ഹോമിയോ കഴിച്ചാൽ വളരെ പെട്ടെന്ന് കൗണ്ട് കൂടുന്നുണ്ട്. 4 ദിവസം കൊണ്ടൊക്കെ 1 ലക്ഷത്തിൻ്റെ മുകളിലോട്ട് കൗണ്ട് പോകുന്നുണ്ട് സാധാരണ. പക്ഷെ ആരും പൊതുവെ ഭയങ്കര പേടിയാണ്. ഡോക്ടർമാരിനെ തട്ടിപ്പോകുന്ന അവസ്ഥ വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ 6 ഡോക്ടർമാർ മരിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ ക്യാമ്പിൻ്റെ കാര്യത്തിൽ എല്ലാ അസുഖങ്ങൾക്കും പകരം ജനറൽ ക്യാമ്പായിട്ടാണ് പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാ അസുഖം പനിയാണെങ്കിലും അവിടെ ലേഡി ഡോക്ടർ ഉണ്ട്. അല്ലെങ്കിൽ ഡോക്ടർ ചെറിയൊരു കുട്ടിയുണ്ട്, 1.5 വയസ്സുണ്ട്. ഞാൻ ഇന്നലെ രാത്രി വിളിച്ചുകൊണ്ട് പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നോക്കി ഡോക്ടർക്ക് പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുടങ്ങും വേണം. ക്യാമ്പിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാ അസുഖത്തിലുള്ള മരുന്ന് ഇപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ട്. കാരണം നമ്മൾ നോക്കിയാൽ ക്രോണിക് കേസൊക്കെ ആണെങ്കിൽ തുടർ ചികിത്സയാണെങ്കിൽ ഞാനവിടെ മങ്കട ഉണ്ടാവും. നമ്മളെ ക്ലിനിക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഈ വാർഡ് മെമ്പറുണ്ട്, പിന്നെ സുബേദ മാഡം ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവരോട് പറയാണ് ഈ നാട്ടിൽ ഏറ്റവും പാവപ്പെട്ട, അതായത് ചികിത്സിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ക്ലബിൻ്റെ ആളുകളോ അല്ലെങ്കിൽ മെമ്പറോ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ലെറ്റർ പാഡിൽ ഒരു ലെറ്റർ എഴുതി കൊടുത്താൽ, കാരണം പല ടൈപ്പ് ആളുകളുണ്ടാവും, പൈസ ഉള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും. ഈ ക്ലബിൻ്റെ ലെറ്റർ പാഡിലാണെങ്കിലും ഇവരെ മെമ്പറുടെ പേഴ്സണൽ കാര്യങ്ങളായാലും അവരോട് ലെറ്റർ കൊടുത്ത് വിട്ടാൽ ഏറ്റവും മാക്സിമം അവിടെ, കാരണം കൂടെ നമുക്ക് സാമ്പിൾ മെഡിസിനൊക്കെ കിട്ടും. ഫ്രീ ആയിട്ട് ഫിസിയോതെറാപ്പി, സ്പോർട്സ് ക്ലിനിക്ക് ആയതുകൊണ്ട് ഫിസിയോതെറാപ്പിയൊക്കെ ഉണ്ട്. അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ആ ലെറ്റർ വരുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് ചെയ്യുന്നതും കൂടെ ഇവരെ അറിയിക്കണം. നാട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് മെമ്പർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ക്ലബിൻ്റെ ആളുകൾ അല്ലെങ്കിൽ ഇവരുടെ കൈപ്പടയിൽ എഴുതിയ ഒരു ലെറ്റർ വേണം. കാരണം പല ആൾക്കാർ നമുക്ക് തന്നെ അനുഭവമുണ്ട്. അപ്പോൾ ചെയ്തു കൊടുത്തിട്ട് അവസാനം നമുക്ക് പണി നിന്ന് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ലെറ്റർ പാഡിൽ, കാരണം നാട്ടുകാർ അറിയുന്ന ആളുകളായിരിക്കും, മെമ്പർമാരായാലും ക്ലബിൻ്റെ ആളുകളായാലും, അപ്പോൾ അവർ ലെറ്റർ കൊടുത്ത് വിടുകയാണെങ്കിൽ അവർക്ക് സൗജന്യമായിട്ട്, കാരണം അവിടെ മെഡിസിൻ അത്യാവശ്യം ഉണ്ടാവലുണ്ട്, ഫ്രീ ആയിട്ട് തെറാപ്പി അടക്കം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതും കൂടെ ഇവിടെ അറിയിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് സമയമായി, കുറച്ച് വൈകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാമ്പ് തുടങ്ങാം. അപ്പോൾ ഞാൻ തൽക്കാലം ക്യാമ്പിലോട്ട് പോവാണ്. ബാക്കി ഫംഗ്ഷനൊക്കെ നടക്കട്ടെ. ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ഈ കൈക്കോ ക്ലബിൻ്റെ ഭാരവാഹികൾ, ഉദ്ഘാടനം ചെയ്ത പിന്നെ നമ്മുടെ മെമ്പർ, എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കൂട്ടിൽ
കൈക്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും അതുപോലെ തന്നെ ക്രസൻറ്റ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വകയും ഒരു പൗരൻ എന്ന നിലയിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. മാത്രവുമല്ല, ഈ നാടിൻ്റെ സ്പന്ദനം മനസ്സിലാക്കുന്നത് ജാതി മതങ്ങൾക്കതീതമായി സംഘടനാ വ്യത്യാസം ഇല്ലാതെ മതവിഭാഗീയതയില്ലാതെ എല്ലാ തരത്തിലും എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് ആധുനിക കാലഘട്ടത്തിൽ ക്ലബ്ബുകൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ക്ലബ്ബുകൾ അതിൻ്റേതായ ഇത്തരത്തിലുള്ള ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഈ നാടിൻ്റെ മുതൽക്കൂട്ടായി പ്രവർത്തിക്കുന്നതിൽ കൈക്കോ ക്ലബ്ബ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു എന്നറിഞ്ഞതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ സാന്നിധ്യം, മഹനീയമായ സാന്നിധ്യം ഈ വാർഡിൽ മാത്രമല്ല ഈ പഞ്ചായത്തിൽ തന്നെ തിളങ്ങി നിന്നുകൊണ്ട് എല്ലാവിധ രീതിയിലുമുള്ള പ്രവർത്തനങ്ങൾ സജ്ജമാക്കാനും സജ്ജീകരിക്കാനും അതുമായി മുന്നേറാനും സ്പോർട്സ് ഐറ്റംസിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടി ആരോഗ്യ പ്രവർത്തനങ്ങളിലെല്ലാം ക്ലബ്ബ് അതിൻ്റേതായ കർത്തവ്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും തുടർന്ന് മുന്നോട്ട് പോകണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ട നാട്ടുകാരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പിന്നെ ഇവിടെ എത്തിയിട്ടുള്ള ഡോക്ടർമാരെ, കൂട്ടിൽ കൈക്കോ ക്ലബിൻ്റെയും ക്രസൻ ആയുർവേദിക് ക്ലിനിക് മങ്കടയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന് എൻ്റെ പേരിലും കൈക്കോ ക്ലബിൻ്റെ പേരിലും എൻ്റെ പേരിലും യൂത്ത് ലീഗിൻ്റെ പേരിലും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. വിപുലമായ ഒരു മരുന്ന് സൗകര്യം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത് മാക്സിമം ഉപയോഗപ്പെടുത്തി ഈ പരിപാടി ഒരു നല്ല വിജയമാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ക്ലബ് പ്രവർത്തകരെ, നമ്മുടെ ഉദ്ഘാടനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള 8ാം വാർഡ് മെമ്പർ നൗഷാദ്, അധ്യക്ഷ CK സുബൈദ തുടങ്ങി എല്ലാവർക്കും കൈക്കോ ക്ലബ്ബ് അതിൻ്റെ 25ാം വാർഷികത്തിലും തുടർന്നുമൊക്കെ ആയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിക്ക് എൻ്റെ സ്വന്തം പേരിലും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ പേരിലും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, അതുപോലെ സഹപ്രവർത്തകരെ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയ മെമ്പേഴ്സ്, ഇവിടെ എൻ്റെ കർത്തവ്യം നന്ദി പറയുക എന്നുള്ളതാണ്. ഈയൊരു പ്രവർത്തനം, ഈയൊരു സന്നദ്ധ പ്രവർത്തനം നമുക്കിവിടെ ആദ്യമായിട്ട് സജ്ജീകരിച്ചു തന്ന നമ്മുടെ എല്ലാവർക്കും അറിയപ്പെടുന്ന നമ്മുടെ ക്ലബ്ബ്, കൂട്ടിൽ യൂത്ത് ക്ലബ്ബ് കൈക്കോ ക്ലബിന് ആദ്യമായിട്ടാണ് ഞാൻ നന്ദി പറയുന്നത്. അതുപോലെ ഇവിടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ കൈക്കോ ക്ലബ് പ്രസിഡന്റ് നാസർ മാസ്റ്റർ, അതുപോലെ നമ്മുടെ അധ്യക്ഷ നമ്മുടെ പ്രിയങ്കരി CK സുബൈദ അവർകൾ 9ാം വാർഡ് മെമ്പർ, അതുപോലെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത നൗഷാദ് UP 8ാം വാർഡ് മെമ്പർ എന്നീ അവർകൾക്കും, അതുപോലെ ഇവിടെ നമ്മുടെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ആരോഗ്യ രക്ഷ അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചു തന്ന, നമ്മുടെ ഈ ക്യാമ്പ് വിശദീകരിച്ചു തന്ന നമ്മുടെ ഡോക്ടർ ഷമീർ തോടങ്ങൽ, അതുപോലെ അവരോടൊപ്പം അനുഭവിച്ചു വന്ന നമ്മുടെ ഡോക്ടർ സലീം മഞ്ചേരി, ഡോക്ടർ ഷമീം പെരിന്തൽമണ്ണ, ഡോക്ടർ സുനീപ് വേങ്ങര എന്നിവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇവിടെ ആശംസ അർപ്പിച്ച നമ്മുടെ കുന്നത്ത് മുസ്തഫ അവർകൾ, അതുപോലെ അസ്മൽ ബാനി, തൗഫീസ് CK അവർകൾ എന്നിവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.